ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംഘർഷഭരിതമായിരിക്കുന്നു നിയമസഭ. പ്ലക്കാർഡുകളും ബാനറുകളുമായി നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷ MLA-മാർ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ കയറാൻ ശ്രമിച്ചു. അൻവർ സാദത്ത് MLA ഡയസിൽ കയറാൻ ശ്രമിച്ചതോടെ വാച്ച് ആൻഡ് വാർഡ് പ്രതിരോധിച്ചതോടെ സഭ നിർത്തിവെച്ച് സ്പീക്കർ എണീറ്റുപോയി. SIT അന്വേഷണം വഴിമുട്ടിയെന്നും അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി പാരഡി ഗാനം ആലപിച്ചാണ് ഭരണപക്ഷം മറുപടി നൽകിയത്. സാർ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം സാർ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. SIT നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സാർ, എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയാണ്. യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് SIT അന്വേഷണത്തേക്കാണ്. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു. സാർ, പ്രതിപക്ഷം ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സർ, വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത്. എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ? എന്നിട്ടൊരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നതാണോ സ്ഥിതി? പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാള്യമാണ്. അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഡയസിന് മുകളിൽ ബാനർ വെച്ച് സ്പീക്കറുടെ മുഖം മറച്ച് പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷം. റോഷിപാലുണ്ട്. റോഷിപാൽ, അൻവർ സാദത്ത് ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതോടെ നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ സ്പീക്കർ സഭ വിട്ടുപോകുന്നതാണ് കണ്ടത്. സ്പീക്കർ തിരിച്ചെത്തിയോ? സഭാ നടപടികൾ തുടങ്ങിയോ? അരുൺകുമാർ, ഇടവേളയ്ക്ക് ശേഷം സഭ വീണ്ടും തുടങ്ങി. പ്രതിപക്ഷം ഡയസിന് മുകളിൽ ബാനർ വെച്ച് സ്പീക്കറുടെ മുഖം മറച്ചുള്ള പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. നിയമമന്ത്രി P. രാജീവ് പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധത്തിനെതിരെ സംസാരിക്കുകയാണ്. സഭയിൽ സ്വർണ്ണക്കൊള്ളയിലെ പാരഡി ഗാനം പ്രതിപക്ഷം ആലപിക്കുകയാണ്. അങ്ങനെ അവർ നടുത്തളത്തിൽ നേരത്തെ നടത്തിയ പ്രതിഷേധം അത് ആവർത്തിക്കുന്നു. പ്രതിപക്ഷങ്ങൾ സ്പീക്കർ ഡയസിന് ചുറ്റും നിന്ന് അവിടെ സ്പീക്കറുടെ മുഖം മറച്ച് വലിയ ഫ്ലക്സ് ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തുടരുന്നത്. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മന്ത്രി P. രാജീവ് സംസാരിക്കുന്നത്. പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധം അത് ഹൈക്കോടതിക്കെതിരാണെന്ന് ആരോപണം അത് ആവർത്തിക്കുകയാണ്. ആ ഒരു വാദമാണ് ഭരണപക്ഷം പ്രതിരോധം തീർക്കാനായി ഉയർത്തുന്നത്. കാരണം ഹൈക്കോടതിയുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അത് സംബന്ധിച്ച ഹൈക്കോടതിയുടെ ഉത്തരവ് സഭയ്ക്കകത്ത് വീണ്ടും P. രാജീവ് വായിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിക്കെതിരാണ് ഈ സമരം പ്രതിപക്ഷം നടത്തുന്നത് എന്ന് ആക്ഷേപം ഇപ്പോൾ ഭരണപക്ഷം ഉയർത്തുന്നത്. ഏതായാലും പ്രതിപക്ഷങ്ങൾ നടുത്തളത്തിൽ കടുത്ത പ്രതിഷേധമുയർത്തിയതോടെ സഭാ നടപടികളൊക്കെ താളം തെറ്റി. സഭയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെട്ടു. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ശ്രദ്ധ ക്ഷണിക്കലിന്റെ സമയമാണ്. ശൂന്യവേളയില്ലാത്തതുകൊണ്ട് ശ്രദ്ധ ക്ഷണിക്കലാണ്. ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് സഭയ്ക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രദ്ധ ക്ഷണിക്കൽ കഴിഞ്ഞാൽ പിന്നീട് സബ്മിഷനിലേക്ക് പോകണം. ഈ നടപടിക്രമങ്ങളിലേക്ക് ഇതുവരെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ സഭ പുനരാരംഭിച്ചപ്പോൾ സ്പീക്കർ ഡയസിലേക്ക് തിരിച്ചെത്തി സഭാ നടപടികൾ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഡയസിന് അടുത്തെത്തി നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡും ബാനറും ഉയർത്തിയുള്ള സ്വർണ്ണക്കൊള്ളയിൽ VN വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പ്രതിഷേധം അവർ പുനരാരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും കടുത്ത പ്രതിഷേധമാണ്. സഭയിൽ ഇനി ഈ വിഷയത്തിൽ ചർച്ചയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയും. ഇപ്പോൾ നമുക്ക് കാണാം, ബാനർ ഉയർത്തി ഇപ്പോൾ വീണ്ടും സഭയിൽ ബാനർ പിടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാന നീക്കം ഇപ്പോൾ വാച്ച് ആൻഡ് വാർഡർമാർ ഇപ്പോൾ ഫ്ലക്സ് ബാനർ പിടിച്ചു മാറ്റാനുള്ള ശ്രമം വലിയ സംഘർഷത്തിലേക്ക്. ഇപ്പോൾ വാച്ച് ആൻഡ് വാർഡർമാരും സഭയ്ക്കകത്ത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ വീണ്ടും അൻവർ സാദത്ത് MLA സഭയിൽ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചത് തടയുന്നു. അതിനിടയിൽ ഫ്ലക്സ് ബാനർ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമം നടത്തി വാച്ച് ആൻഡ് വാർഡർമാർ. അത് സംഘർഷത്തിലേക്ക് കലാശിച്ചു. വാച്ച് ആൻഡ് വാർഡർമാരും ഈ പ്രതിപക്ഷ അംഗങ്ങളും തമ്മിലുള്ള തർക്കത്തിലേക്ക് വലിയ ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ നീങ്ങി. സഭാതലം
വലിയ സംഘർഷ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ മറുഭാഗത്ത് സഭയ്ക്കകത്ത് ശ്രദ്ധ ക്ഷണിക്കൽ സഭാ നടപടിക്രമങ്ങൾ തുടരുന്നുണ്ട്. ഡയസിലേക്ക് വീണ്ടും അൻവർ സാദത്ത് MLA കയറാൻ ശ്രമിച്ചതാണ് വീണ്ടും ഒരു സംഘർഷത്തിന് വഴിയൊരുക്കിയത്. ഡയസിലേക്ക് സമാനമായ രീതിയിൽ തന്നെ സ്പീക്കറുടെ ഇടതുഭാഗത്തുകൂടി വാച്ച് ആൻഡ് വാർഡർമാരെ മറികടന്നുകൊണ്ട് അൻവർ സാദത്ത് ആലുവ MLA അൻവർ സാദത്ത് കടന്നു കയറാൻ ശ്രമിച്ചു. വീണ്ടും ആ ഘട്ടത്തിലാണ് ഈ വാച്ച് ആൻഡ് വാർഡർമാർ അപ്പോൾ തന്നെ ഈ ബാനർ ഇപ്പോൾ സംഘർഷാവസ്ഥയാണ് സഭയ്ക്കകത്ത്. സ്പീക്കർ ഡയസിലേക്ക് കയറാൻ ശ്രമിക്കുന്നവരെ അവിടെ സ്പീക്കറുടെ മുൻവശത്ത് എത്തിക്കൊണ്ട് വാച്ച് ആൻഡ് വാർഡർമാർ അവിടെ തടയുന്ന സാഹചര്യം. ഇപ്പോൾ സഭയ്ക്കകത്ത് വലിയ ബഹളമാണ്. വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു. സഭ ബഹളത്തിൽ സംഘർഷത്തിൽ വാച്ച് ആൻഡ് വാർഡർമാരുമായി പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വാച്ച് ആൻഡ് വാർഡർമാരുമായി സഭയിൽ വാച്ച് ആൻഡ് വാർഡർമാരുള്ള സംഘർഷത്തിലേക്ക് ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ബാനർ പിടിച്ചപ്പോൾ സഭയിൽ ഡയസിലേക്ക് വലിഞ്ഞു കയറി മാത്യു കുഴൽനാടൻ MLA. നമ്മൾ നേരത്തെ സഭയിൽ KM മാണി ബജറ്റ് അവതരിപ്പിച്ച ആ സാഹചര്യം സമാനമായ സാഹചര്യത്തിലേക്ക് സഭ എത്തിക്കഴിഞ്ഞു. സഭയിൽ വാച്ച് ആൻഡ് വാർഡർമാരുടെ പ്രതിരോധം മറികടന്നുകൊണ്ട് ഡയസിന് മുകളിലേക്ക് മാത്യു കുഴൽനാടൻ MLA കടന്നു. അന്ന് ഭരണപക്ഷ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട്. ട്രഷറി ബെഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട്. ഏതായാലും അന്ന് KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അന്നത്തെ പ്രതിപക്ഷം LDFന്റെ MLA-മാർ നടത്തിയ പ്രതിഷേധം? സമാനമായ രീതിയിൽ പ്രതിഷേധം നടക്കുന്നു. ഡയസിന് മുകളിലേക്ക് എല്ലാ തരത്തിലുള്ള വാച്ച് ആൻഡ് വാർഡർമാരുടെ പ്രതിരോധങ്ങൾ മറികടന്നുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA മറികടന്ന് ഡയസിന് മുകളിൽ കയറുന്നു. അതിനൊപ്പം തന്നെ മറുഭാഗത്ത് അൻവർ സാദത്ത് അടക്കമുള്ള പ്രതിപക്ഷങ്ങൾ അവർ മറികടന്നു. ഇപ്പോൾ സുരക്ഷാ വാച്ച് ആൻഡ് വാർഡർമാർ സ്പീക്കറെ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ ഇരിപ്പിടത്തിലേക്ക് സഭ വീണ്ടും തടസ്സപ്പെട്ടു. ഇന്ന് സഭാ നടപടികൾ തുടങ്ങിയതിനു ശേഷം രണ്ടാം വട്ടമാണ് സഭ വീണ്ടും തടസ്സപ്പെടുന്നത്. ഇപ്പോഴും നടുത്തളത്തിൽ തന്നെ സംഘടിച്ച് പ്രതിപക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത് ബാനർ വാച്ച് ആൻഡ് വാർഡർമാർ പിടിച്ചുമാറ്റിയതാണ്. നേരത്തെ തന്നെ പലവട്ടം സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയതാണ്. ബാനർ വെച്ച് സ്പീക്കറുടെ മുഖം മറക്കാൻ പാടില്ല, ചെയറിന്റെ മുഖം മറക്കാൻ പാടില്ല, ബാനർ താഴ്ത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ പ്രതിപക്ഷം അതിന് വഴങ്ങിയിട്ടില്ല. അങ്ങനെ ബാനർ താഴ്ത്താതെ വീണ്ടും ബാനർ ഉയർത്തിക്കൊണ്ട് സ്പീക്കറുടെ മുഖം മറച്ച് പ്രതിഷേധം ഘടിപ്പിച്ചതോടെയാണ് ഒരു ഘട്ടത്തിൽ വാച്ച് ആൻഡ് വാർഡർമാർ അവിടെ ഈ ഫ്ലക്സ് ബാനർ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചത്. അങ്ങനെ ഫ്ലക്സ് ബാനർ പിടിച്ചുമാറ്റിയ ഘട്ടത്തിൽ ഈ പ്രതിപക്ഷങ്ങൾ വാച്ച് ആൻഡ് വാർഡർമാരുമായി നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. അവർ നേർക്കുനേർ എത്തുന്ന സാഹചര്യം. അങ്ങനെ സ്പീക്കർ തന്നെ നിർദ്ദേശം നൽകുകയുണ്ടായി. വാച്ച് ആൻഡ് വാർഡർമാരെ ഇടപെടാൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകി. അങ്ങനെ വാച്ച് ആൻഡ് വാർഡർമാർ മടങ്ങാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ മടങ്ങാതെ വാച്ച് ആൻഡ് വാർഡർമാരും ഈ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള തർക്കം അത് മൂർച്ഛിക്കുന്നു. ആ ഘട്ടത്തിലാണ് നേരെ മുന്നിൽ സ്പീക്കറുടെ ഡയസിന്റെ നേരെ മുന്നിലുള്ള പടിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് അവിടെയുള്ള സുരക്ഷാ വേലി നേരെ ചാടിക്കടന്നുകൊണ്ട് ഒരിക്കൽ കൂടി നോക്കാം.